നിങ്ങൾക്കറിയാമോ, സ്വിറ്റ്സർലൻഡിൽ ജനിച്ച ബെർണോളി എന്ന ശാസ്ത്രജ്ഞനും ബ്രസീലിൽ ജനിച്ച റോബർട്ടോ കാർലോസ് എന്ന ഫുട്ബോൾ ഇതിഹാസവുമായുള്ള ബന്ധമെന്തെന്ന്? 1700-ൽ സ്വിറ്റ്സർലൻഡിൽ ജനിച്ച ബെർണോളിയും 1973-ൽ ബ്രസീലിൽ ജനിച്ച റോബർട്ടോ കാർലോസും ഏകദേശം ബെർണോള്ളിയുടെ ജനനത്തിന് 273 വർഷങ്ങൾക്കപ്പുറം ജനിച്ച റോബർട്ടോ കാർലോസ് 1997 ഫ്രാൻസിനെതിരായി എടുത്ത ഒരു ഫ്രീ കിക്ക്, അത് വായുവിൽ വളഞ്ഞിറങ്ങി ഫാബിയൻ ബാർത്തസ് എന്ന ഫ്രാൻസിലെ ലോകപ്രശസ്തനായ ഗോൾ കീപ്പറെ കബളിപ്പിച്ച് ഗോൾ വലയിൽ പോയത് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകുമല്ലോ. അന്ന് റോബർട്ടോ കാർലോസ് എടുത്ത ആ ഫ്രീ കിക്ക് തന്നെയാണ് കാർലോസിനെയും ബെർണോളി എന്ന സയൻറ്റിസ്റ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത്. കാരണം ബെർണോളി തിയറം ബേസ്ഡ് ആയിട്ടുള്ള മാഗ്നസ് എഫക്റ്റ് നിയമമാണ് ആ ഫ്രീ കിക്കിന് പിന്നിലുള്ളത്. എന്താണ് ആ നിയമം എന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തു വായുവിലൂടെയോ ദ്രാവകത്തിലൂടെയോ കറങ്ങി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെയും ചുറ്റുമുള്ള വായുവിൻ്റെ വേഗം ഒരുപോലെയല്ല. ഒരു വശത്ത് വായു വേഗത്തിൽ ഒഴുകുകയും മറുവശത്ത് വായു മന്ദമായി ഒഴുകുകയും ചെയ്യുന്നു. വേഗത്തിൽ ഒഴുകുന്ന ഭാഗത്ത് മർദ്ദം കുറയും, മന്ദമായി ഒഴുകുന്ന ഭാഗത്ത് മർദ്ദം കൂടുതലാകും. ഈ മർദ്ദവ്യത്യാസം വസ്തുവിനെ കുറഞ്ഞ മർദ്ദമുള്ള ഭാഗത്തേക്ക് വളയ്ക്കുന്ന ഒരു ബലം സൃഷ്ടിക്കും. ഈ ബലമാണ് മാഗ്നസ് ഫോഴ്സ്. ഈ പ്രതിഭാസമാണ് മാഗ്നസ് എഫക്റ്റ്. ഫാബിയൻ ബാർത്തേസിനെയും ഫ്രഞ്ച് ആരാധകരെയും ഒരുപോലെ നിരാശപ്പെടുത്തിയ ആ ഫ്രീ കിക്ക് ബെർണോളിസ് തിയറത്തിനെ ബേസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്നത്.